അങ്ങേരത്തായിരിക്കുന്നു മന്ത്രശാലകടലോടി ആദ്യം തന്നെ കിഴക്ക് ആദിത്യ ഭഗവാന് രക്ഷയാകം മരുവിനെ കൂട്ടി പടിഞ്ഞാറ് രാവുടെ ചന്ദ്ര ഭഗവാനെ രക്ഷയാകം മരുവിനെ കൂട്ടുന്നല്ലോ തെക്കേ തെങ്ങീരാതിമലപർവിടത്തുള്ള രണ്ടുണ്ടെങ്കിണ്ടാവരുടന്മാര് രക്ഷയാകം മരുവിനെ കൂട്ടി വടക്കേ കാലുകൂടി പുഴ പെരുമ്പുടമാരെ രക്ഷയാകം മരുവിനെ കൂട്ടുന്നല്ലോ ആകെ തൊട്ട് ഉടുമ്പുവരെയുള്ള പക്ഷി മൃഗജീവജന്തുക്കളെ രക്ഷയാകം മരുവിനെ കൂട്ടി മന്ത്രശാലകടലോടിയായിരിക്കുന്നു രക്ഷന്റെ കോട്ട ഗോപുരത്തിൻ്റെ വന്നീരത്ത് കാണുന്നപ്പോ ഇരുജനിക്കുമ്പമായൊന്ന് കേൾക്കേണം തിരുമനോ കണ്ടേയുണ്ട് അണിവിലാസ പുഞ്ചിരി കൈക്കൊള്ളുക വേണം ഉടയ്ക്കും മടകിയാവിനെ വീണ്ടും കൊണ്ടുവന്നാലും മാതാവിനെ ആകുന്നല്ലോ വീണ്ടും കൊണ്ടുവന്നാലും നിങ്ങൾക്കാകുന്നല്ലോ ഒരു നാളത്തെ കാലമല്ല രണ്ടു നാളത്തെ കാലമല്ല 10 മന്തി രണ്ടത്തെ കാലം വെച്ചുണ്ടുവാനുള്ള അരി ചുറ്റുള്ളി വിറകുമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാതിനെ കേൾക്കുമ്പോ പട്ടം പ്രദേശമാരവരാകുന്നു ശ്രീകൈലാസത്തു നിന്നു രക്തന്മാരുടെ കോട്ട ഗോപുരം നോക്കി വഴിയാൽ വഴി പോകുന്നതാ രക്ഷന്മാര് ചോദിച്ചു അവരുള്ള വരവ് ആരുടെ എവരുടെ എന്തിനുള്ള വരവാണ് അപ്പോ പറഞ്ഞു അവരാകുന്നു ഏകശൂദ്രപ്പട പട്ടം പരദേശിമാരവരാകുന്നു എന്നതിനെ കേൾക്കുന്നു ഒരു നേരത്തവരാകുന്നല്ലോ മേന്മാരിൽ നിന്ന് നിലമാലയിലേക്ക് കീഴിറങ്ങി വന്നു പരിചോടവാളെടുക്കുന്നു ഏകശൂദ്രപ്പട പട്ടം പരദേശിമാരുടെ കൂട്ടത്തിലേക്ക് ചാടി വീണു അവരുടെ പിൻകഴുത്തിൽ പിടിച്ചു 10-15 20-25 തള്ളുമ്പോൾ അവരാകുന്നു പേടിച്ചു കുറച്ചു ഭയപ്പെട്ടു വേഗം തന്നെ ഓടി വഴിയാതിന് വഴി പോകുമ്പോ പരമശിവൻ നിരന്തു ഇനി ഞാനാരെ പറഞ്ഞേക്കണം എന്നും നിരന്തരണ്ടല്ലോ ഗണപതി മക്കളെയും ചൊല്ലി പറഞ്ഞേച്ചു അവരുടെ ശക്തി ബുദ്ധി വിലക്കരുത്ത് കാണാതെ കണ്ട് അച്ഛൻ പരമശിവനാകുന്നു അടിക്കാത്ത പൊടി മണ്ണിൽ കൗണ്ടലച്ച് കിടന്നു ദുഃഖം മുഴുവി വീഴുമ്പോ പരമശിവന്റെ കണ്ടുനീര് ഭൂമിയിൽ വീണു ഭൂമി രണ്ടാക്കി കുത്തി പിളർത്തുന്നു മകൻ കിടക്കുന്ന പൂഞ്ചോലത്തടത്തിൽ ചെന്ന് മകനെ വിളി തുടങ്ങുന്ന കാലം വീരഭദ്ര ഉഗ്രവീരഭദ്ര അച്ഛന്റെ യോമന മകനെ സുന്ദരനെ എന്ന് വിളിക്കുമ്പോ മകൻ പൂഞ്ചോലത്തടത്തിൽ കിടന്നു വിളി കേട്ടു ആരാ വിളിച്ചത് എവരാ വിളിച്ചത് എന്റെ അച്ഛന്റെ യോമന പേര് കൂട്ടി വിളിപ്പാനായി ഇവിടെ വന്നതാരാകും ഭൂമിദേവി നല്ലമ്മ ഞാനാണടാ മകനെ നീ പോയി നിന്റെ അച്ഛന്റെ ക്ലേശം ദുഃഖം തീർത്തു കൊടുക്ക അമ്മ പാർവതി മാതാവ് ദക്ഷങ്കോട്ടയിൽ ദക്ഷയാഗം കാണാൻ പോയപ്പോ ശുംഭന്മാര് ശിംഭിനി സിംഹന്മാര് കള്ളന്മാര് ഗുണവയറന്മാര് നാരിമോഹികള് പെൺമോഹികൾ അവരാണ് അമ്മ പാർവതി മാതാവിനെ കട്ടുളിച്ചു
രക്ഷന്മാരുടെ കോട്ടയിൽ കൊണ്ടു കച്ചടച്ചു പൂട്ടിക്കളഞ്ഞു എന്നതിനെ കേൾക്കുന്ന ഒരു നേരത്ത് ആയത് കൊണ്ട് മകനേ ഇപ്പൊ തന്നെ പോകണം നീ ദക്ഷങ്കോട്ടയോടെ നീയായിരിക്കുന്നു മകനെ വഴിയായിരേ വഴി പോകണം അമ്മ പാർവതി മാതാവിനെ വീണ്ടും കൊണ്ടുവന്ന് അച്ഛന്റെ ക്ലേശം ദുഃഖം തീർത്തു കൊടുത്ത മതിയായുള്ളേ എന്നതിനെ കേൾക്കുന്ന ഒരു നേരത്ത് മകൻ പറഞ്ഞു ഭൂമി ദേവി നല്ലമ്മേ ഞാൻ ജനിച്ച നാളിലും വളർന്ന നാളിലും എനിക്ക് 32 തൃക്കല 64 തൃക്കൈ 1001 തൃച്ചട അടിക്ക് 6000 പാമ്പ് മുടിക്ക് 3000 പാമ്പണിഞ്ഞു അഴകായ മൂലം കൊണ്ട് അന്നു അച്ഛനെന്നെ എടുത്തു മൂടാൻ പറ്റാതെ കണ്ട് ചക്രം പണി എന്ന ശ്രീപീഠം പരിമുകളിലെ വെച്ച് അച്ഛനെന്നെ അടച്ചു കൂട്ടിയതാണ് ഭൂമി ദേവി നല്ലമ്മേ അന്ന് അച്ഛനെന്നെ വേണ്ട എന്ന് ഇന്ന് വേണം എന്ന് വന്നാല് ഞാൻ വരുന്നില്ല എന്റെ ഭൂമി ദേവി നല്ലമ്മേ അന്നേരത്ത് ഭൂമി ദേവി നല്ലമ്മ പറഞ്ഞു മകനെ വീരഭദ്ര അതൊന്നും പറഞ്ഞാല് അഴകല്ലടാ മകനെ ചിതമല്ല ഇനി നീയല്ലാതെ വേറെ ആരുമില്ല എന്നതിനെ കേട്ടു മകൻ ചക്രം പണി എന്ന ശ്രീപീഠവ പരിമുകളികളുടെ നിലനിന്ന് രക്ഷന്മാരുടെ കോട്ട നോക്കി ഒന്നലറുമ്പോൾ രക്ഷം കോട്ട കിട്ടുകിട്ടേ വിറച്ചു അന്നേരത്ത് രക്ഷന്മാര് ചോദിച്ചു ഇപ്പൊ തന്നെ കേട്ടത് വെടിയാണോ കടലിടിയോ കടൽ കാറ്റ് മലയിലുള്ള വാളറങ്കൻ തൻപുലി തടിയന്റെ ശങ്കുരുട്ടാണോ കേട്ടത് അപ്പോ പറഞ്ഞു ഇടിയല്ല വെടിയല്ല അച്ഛൻ തന്റെ പുത്രനാണ് സകലാന്ത പുത്രേ കോപത്തിൽ വലിയ മകെ കൊങ്ങാട്ടലും മഹാവിരുദ്ധ വീരഭദ്രന്റെ വരവാകുന്നേ